അയാൾ വിറകു വെട്ടുന്നത് ഒരു വ്യാപാരിക്ക് വേണ്ടിയായിരുന്നു. ഒരു ദിവസം ജോലി കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ അയാൾ ചിന്തിച്ചു, ജീവിക്കുകയാണെങ്കിൽ ഈ വ്യാപാരിയെപ്പോലെ വേണം ജീവിക്കുവാൻ. എന്നാൽ ആ വ്യാപാരിയാകട്ടെ തൻ്റെ കടയിൽ സാധനങ്ങൾ തീർന്നു പോയതിനാൽ കൂടുതൽ സാധനം എടുക്കുവാൻ ഭാര്യയുടെ ആഭരണങ്ങളും വാങ്ങി പണയം വെച്ച് പട്ടണത്തിലെ മൊത്തക്കച്ചവടക്കടയിലെത്തി. അയാൾ ചിന്തിച്ചു, ഞാനും കച്ചവടക്കാരനാണെന്ന് പറഞ്ഞിട്ട് എന്തു ഗുണം? നോക്ക്, ആ മുതലാളി പണമെല്ലാം കെട്ടുകളായി കെട്ടിവെക്കുന്നത്. മുതലാളി നോട്ടുകെട്ടുകൾ ഒരു ബാഗിലാക്കി വീട്ടിലേക്ക് തിരിച്ചു. അയാളും ഭാര്യയും കൂടി പട്ടണത്തിലെ വലിയ ധനികനായ സേട്ടിൻ്റെ മകളുടെ വിവാഹത്തിന് പോയി. അവിടെ എത്തിയ മൊത്തക്കച്ചവടക്കാരൻ ചിന്തിച്ചു, എത്രമാത്രം വലിയ ആളുകളാണ് വിവാഹത്തിന് എത്തിയിരിക്കുന്നത്. തൻ്റെ സ്ഥിതിയോ? സേട്ട് ആരോടോ ഫോണിലൂടെ യാചിക്കുന്നത് പോലെ തോന്നി. സേട്ട് ലോണെല്ലാം കൃത്യമായി അടയ്ക്കാത്തതിനാൽ അയാളുടെ ചരക്ക് കപ്പൽ ബാങ്കുകാർ പിടിച്ചു വെച്ചിരിക്കുന്നു. വേഗത്തിൽ ലോൺ അടച്ചുകൊള്ളാമെന്ന് പറഞ്ഞ് ബാങ്കുകാരെ ഒരു വിധത്തിൽ സമ്മതിപ്പിച്ചു. സേട്ട് അവിടേക്ക് പോകുമ്പോൾ നഗരത്തിലെ കോടീശ്വരിൽ ഒന്നാമൻ ഒരു വലിയ ആഡംബര കാറിൽ പോകുന്നു. അയാളുടെ സമ്പന്നത തനിക്കില്ലല്ലോ എന്നോർത്ത് സേട്ട് നെടുവീർപ്പിട്ടു. വീട്ടിലെത്തിയ ആ കോടീശ്വരനാകട്ടെ തൻ്റെ 2 ജോലിക്കാർ ചിരിച്ചട്ടഹസിക്കുന്നത് കണ്ടു. അയാൾ വിചാരിച്ചു, ഞാൻ എത്ര കോടീശ്വരനായിട്ട് എന്തു കാര്യം? അവരെപ്പോലെ ഒന്ന് ചിരിച്ചിട്ട് എത്ര നാളുകളായി? എല്ലാവർക്കും ദുഃഖം. തങ്ങളെക്കാൾ ഉന്നതന്മാരായ വ്യക്തികളുമായി തങ്ങളെ താരതമ്യപ്പെടുത്തുന്ന ആർക്കും സന്തോഷം ലഭിക്കില്ല. മറ്റുള്ളവരെ നോക്കി അവർക്കുള്ള ചിലതൊക്കെ തങ്ങൾക്കില്ലല്ലോ എന്നോർത്തു ദുഃഖിക്കും. അവയിൽ എന്തെങ്കിലും നേടുവാൻ കഴിഞ്ഞാൽ അല്പസമയം സന്തോഷിച്ചേക്കാം. എങ്കിലും താമസിയാതെ മറ്റെന്തെങ്കിലും തങ്ങൾക്കില്ലല്ലോ എന്ന് മനസ്സിലാക്കി പിന്നെയും ദുഃഖിക്കുവാൻ തുടങ്ങും. ആ വിറക് വെട്ടുകാരൻ കോടീശ്വരനെ പോലെ ആയാലും സന്തോഷമുണ്ടാവില്ല. പിന്നെയും ഓരോന്ന് ചിന്തിച്ച് ആഗ്രഹിച്ച് ദുഃഖിച്ചുകൊണ്ടേയിരിക്കും. മറ്റുള്ളവർക്കുള്ളത് നമുക്കും ഉണ്ടാവണമെന്ന് ചിന്തിക്കുന്നത് ഭോഷത്വമല്ലേ? നമുക്കുള്ളത് ശരിയായി വിനിയോഗിക്കാൻ കഴിയുന്നതാണ് ജീവിതത്തിൻ്റെ ഭാഗ്യം. മാത്രമല്ല, നമുക്കുള്ള അനുഗ്രഹങ്ങൾ ലഭ്യമാകാത്ത എത്രയധികം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുകയും ആവശ്യമായത് നിർവഹിക്കുകയും ചെയ്യുമ്പോഴാണ് ജീവിതം സന്തോഷകരമാവുന്നത്. ഇവിടെ നമ്മുടെ കാഴ്ചപ്പാടിൽ ആകമാനം ഒരു വ്യത്യാസം സംഭവിക്കണം. നേടുമ്പോഴല്ല, നൽകുമ്പോഴാണ് ജീവിതം ധന്യമാകുന്നത്.